നമ്മൾ പൈനാപ്പിൾ പറിക്കാനായിട്ട് പൈനാപ്പിൾ തോട്ടത്തിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പം വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു അവർ ഈവനിങ് വ്ലോഗ്. അതെ, നമ്മള് പഴയ ഹോസ്റ്റലിലേക്ക് പോവാണ്. ഹോസ്റ്റലിൻ്റെ ആ റോഡിൽ കൂടെ പോവാണ്. എന്നിട്ട് നമുക്കൊരു ട്രോമ നിറഞ്ഞൊരു സ്റ്റോറി അവിടെ ഉണ്ട്. അധികം ഓർക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. എന്നാലും നമ്മൾ അതെ, വളരെ ട്രോമാറ്റിക് ആൻഡ് ഡിസ്റ്റർബിങ് സ്റ്റോറി. തന്നെ കണ്ടെന്ന് കരുതി കാണിക്കാവേ സ്ഥലം. ഒരുപാട് മെമ്മറി ഉള്ള ഇടമാണ്. ഞങ്ങൾക്ക് അറിയാതെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ഹോസ്റ്റലായിരുന്നു. അവിടെ നമ്മൾ 3 പേരും ഡോറയും ഒരു റൂമിലായിരുന്നു. വേറെ കുറെ ആൾക്കാർ അതുപോലെ 8 പേര് റൂമിലായിരുന്നു. ഇതുപോലെ 4 പേർക്ക് പുറമെ വേറെ 4 പേരും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ബെഡിന് മുകളിലായിരുന്നു ഇവിടെ. എൻ്റെ ബെഡിൻ്റെ സൈഡിലായിരുന്നു. ഫസ്റ്റ് ദിവസം അവിടെ കിടന്ന് തുടങ്ങിയപ്പോൾ ഡോറ കട്ടുമ്പേന്ന് ഉരുണ്ട് വീണു. ഞാനാണെങ്കിൽ അവിടെ ഇരുന്ന് ഭയങ്കര ശരി. പിന്നെ ഡോറ സ്ഥലം മാറിയല്ലേ എൻ്റെ അടുത്ത്. ശരിയാ, നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്. ആ മേളിൽ കാണുന്നതാണ് നമ്മൾ ഡ്രസ്സ് ഇടുന്ന സ്ഥലം. ഇതിന് തേൻ വരും. ശരി എന്നാ ഒരു തുള്ളിക്ക് ഇത്രയോ? മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നടക്കാൻ ഇറങ്ങി. ഇപ്പം മനസ്സിലായി മെൻ്റൽ ഹെൽത്തിനേക്കാളും ഇമ്പ്രൂവ് ചെയ്യണത് ഫിസിക്കൽ ഹെൽത്താണ്. എത്ര ദൂരം നടന്നു? 1 കിലോമീറ്റർ നടന്നുള്ളൂ. ആണോ? ഇന്ന് 2 കിലോമീറ്റർ. പിന്നെ എന്നിട്ടെന്ന് വെച്ചാൽ കുറച്ച് കയറ്റമായിരുന്നു. അതെ, മേളിലെത്തിയിട്ട് കാണിക്കാം. അതും നടക്കണ വഴിയും കാണിക്കണം. അത്ര വലുതെടുക്കണോ? പൈനാപ്പിൾ കേടാൻ വന്നിട്ട് കുറച്ചേരം ആസ്വദിച്ചിട്ട് പൊടി. ഹായ് ഗൈസ്, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ശ്വാസം നേരിടട്ടെ. താഴെ മൊത്തം റബ്ബറും പൈനാപ്പിളും. ഇതൊരു തോട്ടമാണെന്ന് പറയാൻ പറ്റും. അപ്പുറ സൈഡിൽ വേറൊരു മലയാ. പക്ഷെ പണ്ട് വന്നപ്പോൾ ഈ മലയ്ക്ക് ഇത്ര വലിപ്പമില്ലായിരുന്നു. ഈ സ്ഥലം ഫുള്ള് മലയാ, ചുറ്റപ്പെട്ട്. നടുക്കൊരു കുഴി, അവിടെയാണ് പൈനാപ്പിൾ തോട്ടം. പിന്നെ മൊത്തം ചുറ്റും മലയാ. ഇതിൻ്റെ ഏതൊരു മലയ്ക്ക് മണ്ടയ്ക്കാണ് നമ്മുടെ കോളേജ്. പങ്ങാട സ്കൂള്, പള്ളി. നിധി എന്താ പറഞ്ഞ പോച്ചയാന്നോ? അതെന്താ? തിരിച്ചു പോറായി. എന്താണ് ഈ യാത്രയെ കുറിച്ച് പറയാനുള്ളത്? ഇനി ഒരു ഇറക്കം കൂടെ ഇറങ്ങാറുണ്ട് കേട്ടോ. ഉരുണ്ടോയാലോ നമുക്ക്. ഇവിടെ മറച്ചു മുള്ളാണേ. കയ്യില് കുത്തും. അയ്യോ, ഇതിൽ വരുമോ? നല്ല മണം വേണ്ടേ, പഴുത്ത മണം. ഇപ്പം ഞങ്ങൾ ആ മലയ്ക്കൂടെ ഒന്ന് പോകാൻ തീരുമാനിച്ചു. നമ്മൾ മറ്റേ പറമ്പിലോട്ട് പോയില്ല. കാടായിരുന്നു, കുറച്ചധികം കാടായിപ്പോയി. കുറച്ച് ദൂരം ഉള്ളെങ്കിൽ അതങ്ങ് കിടക്കാന്ന് വിചാരിക്കുന്നു. പിന്നെ വെട്ടവും കുറഞ്ഞു. വായോ? ചെമ്പരത്തിയല്ല, മറ്റേ ചെമ്പരത്തിയാണ് യൂഷ്വലി പറിക്കാറല്ലേ. ഇങ്ങനെ എന്തോ ആയിരുന്നു ചെയ്തിരുന്നു. ഓക്കെ എടുക്കാം.
ഉപ്പ കിട്ടിയത് വലിയ കുഴപ്പമുണ്ടായില്ല. മാറ്റി കളഞ്ഞിട്ട് തിന്നെ. എനിക്ക് ഉപ്പ് ഇഷ്ടമാണ്. മതി. എക്സ്പ്രഷൻ കാരണം എക്സ്പ്രഷൻ കാരണം